ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. +1 +2 ഒക്കെ ഓണം എക്സാം വരികയാണ് അല്ലേ? അപ്പോൾ ഓണം എക്സാമിന് വേണ്ടി കൃത്യമായിട്ട് എഫേർട്ടൊക്കെ ഇടാൻ പഠിക്കാൻ റെഡി ആയിട്ടുള്ളവർ അങ്ങനെ എന്നെ പഠിച്ച് പൊയ്ക്കൊള്ളുക. അവരെ ബാധിക്കുന്ന കാര്യമല്ല ഞാൻ പറയാൻ പോകുന്നത്. എന്നാൽ കുറച്ച് പേർക്കെങ്കിലും ഈ ഓണം എക്സാം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണോ, ഇപ്പോഴേ എഫേർട്ട് ഇട്ട് പഠിക്കേണ്ട കാര്യമുണ്ടോ, മാർച്ച് എക്സാമിന് മീൻസ് ബോർഡ് എക്സാമിന് പഠിച്ചാൽ പോരെ എന്നൊക്കെയുള്ള കൺസേൺസ് ഉള്ള കുറച്ച് കുട്ടികളെങ്കിലും ഉണ്ടാവില്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ആദ്യമേ തന്നെ പറയട്ടെ, അങ്ങനെ ഒരു കൺസേൺസും പാടില്ല. നമ്മുടെ ഓണം എക്സാമും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ പഠിച്ച് ഇപ്പം മാർക്ക് വാങ്ങി കളയുക എന്നുള്ളൊരു കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബോർഡ് എക്സാമിനും അതായത് മാർച്ചിൽ നിങ്ങളുടെ ഫൈനൽ എക്സാമിനും നിങ്ങൾക്ക് എന്ത് ചെയ്യും, അത് ഒരുപാട് പ്രയോജനപ്പെടും. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ +1 നമ്മൾ ഈ ഹ്യൂമാനിറ്റീസ് ബേസ് ചെയ്ത് പറയുമ്പോൾ എല്ലാ വിഷയങ്ങളിലും ഈ ഫസ്റ്റ് ക്വാർട്ടറിലുള്ള ഈ ഒരു പോർഷൻസ് അത്രയും പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഓക്കെ, കാരണം ഈ ഒരു പോർഷൻസിൽ നിന്നൊക്കെ ഫൈനൽ എക്സാമിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ വരുന്നതാണ്. ഓക്കെ, അത് PYQs നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ എന്താണ് കുറച്ച് പോർഷൻസ് അല്ലേ ഉള്ളൂ. മിക്ക സബ്ജക്റ്റിലും 3-4 പാഠങ്ങളൊക്കെ തന്നെയായിരിക്കും ഓണം എക്സാമിന് പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ ഈ ചാപ്റ്റേഴ്സൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അങ്ങ് പഠിച്ചിട്ട് പോവുക. ഓക്കെ, കാരണം എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ ഫൈനൽ എക്സാമിന് കൂടി വേണ്ടി യൂസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോഴേ പഠിച്ചു പോകുന്നത്. അല്ലെങ്കിൽ എന്താ പ്രശ്നമെന്നറിയോ, നമ്മൾ ഈ ലാസ്റ്റ് ടൈം ആകുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളാകുമ്പോൾ കടൽ പോലെ നമുക്ക് വായിക്കാനുണ്ട്, നമുക്ക് ഒത്തിരി എഴുതാനുമുണ്ട് ആണല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോഴേ ഇങ്ങനെ കുറച്ച് പോർഷൻസ് വെച്ച് പഠിച്ചും എഴുതിയും പോയില്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ടൈം ആകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് എല്ലാ പോർഷൻസ് ഒന്നും വായിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അത്രയും മാർക്കൊന്നും സ്കോർ ചെയ്യാൻ പറ്റണമെന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ ഒരു ഓണം എക്സാമിന് ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ പഠിച്ച് സ്റ്റാർട്ട് ചെയ്യണത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അത് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പഠിക്കുന്നതെന്ന് പറയുമ്പോൾ എന്തല്ല, വെറുതെ പഠിക്കുന്നതല്ല. ഇപ്പോൾ ഓണം എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാന്ന് പറയുമ്പോൾ അത് വെറുതെ ഒരു ഫ്യൂട്ടൈൽ അറ്റംപ്റ്റ് ഒന്നും അല്ല. മനസ്സിലാകുന്നുണ്ടോ? അത് വളരെയധികം എഫക്ച്വൽ ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് തന്നെയാണ്. ഇതിനോടൊപ്പം ആയിട്ട് പറയാൻ പറ്റുന്ന വേറൊരു പോയിൻ്റ് കൂടിയുണ്ട്. എന്താണെന്നറിയോ, നമ്മൾ ഹ്യൂമാനിറ്റീസ് എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി നമ്മൾ എഴുതേണ്ടി വരും അല്ലേ? നമ്മൾ എക്സാമിന് 8 മാർക്കിനൊക്കെ ആയിട്ട് നമ്മൾ എസ്സേയും അങ്ങനെയൊക്കെ നമുക്ക് ഷോർട്ട് എസ്സേയും ഒക്കെ ആയിട്ട് നമുക്ക് ഒത്തിരി എഴുതേണ്ടതായിട്ടുള്ള ആവശ്യം വരാറുണ്ട്. അപ്പോൾ ഇപ്പം നിങ്ങൾ ഓണം എക്സാമിന് വേണ്ടിയിട്ടുള്ള പോർഷൻസ് ഇപ്പം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് നിങ്ങൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും എന്നറിയാവോ, ഫൈനൽ എക്സാമിന് പോകുമ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ തന്നെയാണല്ലോ ഈ ഒരു പോർഷനിൽ നിന്ന് വരിക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് എന്താവും, ഈ എഴുത്ത് പ്രാക്ടീസൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അന്നേരം കുറച്ചുകൂടി സൂപ്പറായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. മനസ്സിലായോ? പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ടൈം മാനേജ്മെൻറ്റ് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. അതായത് ഈ ഒരു ഇപ്പോഴേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പോവുകയാണ്. മനസ്സിലാവും? നന്നായിട്ട് പഠിച്ച് ടൈം മാനേജ്മെൻറ്റൊക്കെ ചെയ്ത് നിങ്ങൾ നന്നായിട്ട് ആൻസറൊക്കെ എഴുതി പോവുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഫൈനൽ എക്സാം വരുമ്പോഴും നിങ്ങൾക്ക് ഈ ഒരു കാര്യം നന്നായിട്ട്, അപ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് ബെറ്റർ ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഫൈനൽ എക്സാം അറ്റൻഡ് ചെയ്യാനും പറ്റും. ഇനി +1 +2 ഇപ്പോൾ ക്ലാസ് തുടങ്ങി, ഇപ്പോൾ ഇത്രയും മാസങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് ഒന്നും പഠിച്ച് തുടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ ഒന്നും അറിയത്തില്ല, അല്ലെങ്കിൽ കുറച്ചൊക്കെ അറിയായിരിക്കും. എങ്ങനെയുള്ള കുട്ടികളായിക്കോട്ടെ, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് സമയമുണ്ട്. ഓക്കെ, എന്തായാലും ഓണം എക്സാം വരാം. ഇപ്പോൾ കുറച്ച് സമയമാണോ കുറേ സമയമുണ്ടോ അതൊന്നും മാറ്റർ ചെയ്യുന്ന കാര്യമല്ല. ഇനിയുള്ള ടൈം നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഹാർഡ് വർക്കും അതുപോലെ തന്നെ ഡെഡിക്കേഷനൊക്കെ കൊടുക്കാൻ തയ്യാറാണോ, നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് മേടിക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ പറയുന്നത്? അതായത് നമ്മൾ ഇനിയുള്ള ടൈം, നമ്മൾ ഇതുവരെ കഴിഞ്ഞതൊക്കെ പോട്ടെ, ഇറ്റ്സ് ഓക്കെ, അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞതാണ്, നമുക്കത് ഒരിക്കലും ഇനി തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അതൊക്കെ കഴിഞ്ഞ കാര്യമാണ്. അതെല്ലാം പോട്ടെ, നമ്മൾ അതിനെ പറ്റിയൊന്നും വറിയിടാവേണ്ട ആവശ്യമേ ഇല്ല. നമ്മൾ ഇനിയുള്ള ടൈം, അതാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത്. ഓക്കെ, ഇനിയുള്ള ടൈം നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം നമ്മളെക്കൊണ്ട് പറ്റുന്ന അത്ര എഫേർട്ട് എടുക്കാൻ നമ്മൾ റെഡി ആയിരിക്കുക. ഓക്കെ, അത്രയും നന്നായിട്ട് എഫേർട്ട് എടുത്ത് എന്ത് ചെയ്യുക, ഓണം എക്സാമിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഒരു വിഷയം മാത്രമല്ല, നമ്മുടെ 6 വിഷയങ്ങളും +1 +2 ഒക്കെ നന്നായിട്ട് ഒരുപോലെ നിങ്ങൾ പഠിച്ചു പോകണം. ഓക്കെ, പ്രത്യേകിച്ചും നിങ്ങളിപ്പോൾ പഠിക്കാൻ, എനിക്ക് തോന്നുന്നു പലർക്കുള്ള ഡൗട്ടായിരിക്കും, ഇനി എങ്ങനെയാണ് ഈ ഒരു ചുരുങ്ങിയ സമയത്തിൽ പഠിച്ചു തീർക്കുക, ഓണം എക്സാമൊക്കെ ഇങ്ങ് എത്താറായല്ലോ എന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് പഠിക്കാൻ പറ്റിയൊരു ടിപ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ ആദ്യമേ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഓരോ വിഷയത്തിൽ നിന്നും ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്നുള്ളതാണ്. ഓക്കെ, എന്ന് പറയുമ്പോൾ
അത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും? നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. നമ്മളെ ചാനലും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓരോ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഓരോ വിഷയത്തെ ബേസ് ചെയ്തിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഗൂഗിളിൽ കയറിയിട്ട് നമുക്ക് കഴിഞ്ഞ ലാസ്റ്റ് 5 വർഷത്തെ ഓണം എക്സാമിൻ്റെ ചോദ്യ പേപ്പറുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും, ആൻസർ കീസ് ഉൾപ്പെടെ. ഓക്കെ, അപ്പോൾ ചോദ്യ പേപ്പർ ഡൗൺലോഡ് ചെയ്ത് ജസ്റ്റ് വെറുതെ ഒന്ന് വായിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ചോദ്യങ്ങളൊക്കെ. കാരണം പല ചോദ്യങ്ങളും റിപ്പീറ്റ് ചെയ്ത് എല്ലാ വർഷങ്ങളും കാണുന്ന ചോദ്യങ്ങളുണ്ട്. അതൊക്കെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ ചോദ്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഈ പറയുന്ന പോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ വീഡിയോസോ ഒക്കെ നോക്കിയിട്ട് എന്ത് തന്നെയായാലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സിനോട് ചോദിക്കാം. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്യേണ്ടത് ഏത് വിധേന ആയിക്കോട്ടെ എല്ലാ വിഷയത്തിൽ നിന്നും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, ഈ പോർഷൻസിൽ നിന്നൊക്കെ ഈ ചാപ്റ്റേഴ്സിൽ നിന്നൊക്കെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. ആദ്യം നിങ്ങളത് പഠിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അതേതാണെന്ന് നമ്മൾ മനസ്സിലാക്കി എന്നിട്ട് ആ പോർഷൻ നിങ്ങൾ പഠിക്കുക. അപ്പോൾ പഠിക്കുമ്പോൾ ചിലപ്പോൾ ക്ലാസ്സിലൊക്കെ എന്താണ് ഉഴപ്പിയൊക്കെ ഇരുന്നിട്ടുണ്ടാവുന്നവരായിരിക്കാം, അല്ലെങ്കിൽ എങ്ങനെ പഠിക്കണമെന്ന് അറിയാത്തവരാണെങ്കിൽ ക്ലാസ്സുകൾ കണ്ട് തന്നെ പഠിക്കുക. ഓക്കെ, യൂട്യൂബിൽ ക്ലാസ്സുകൾ കണ്ട് തന്നെ പഠിക്കുക. എന്തായാലും സ്കൂളിൽ അതൊക്കെ ഇനി വീണ്ടും എടുത്ത് തരത്തില്ലല്ലോ, കഴിഞ്ഞത് അത് എന്തായാലും എടുത്ത് പോയിട്ടുണ്ടാവുമല്ലോ അവർ അതൊക്കെ. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞുവിടാന്നുണ്ടെങ്കിൽ ഈ ഇമ്പോർട്ടൻറ്റ് പോർഷൻസുകളുടെ ക്ലാസ്സുകൾ സെർച്ച് ചെയ്ത് നിങ്ങൾ എടുക്കുക. നമ്മളെ ചാനലും കുറച്ചൊക്കെ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ ചാപ്റ്റേഴ്സുകളുടെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ആയാലും നിങ്ങൾ ഏത് വിധേനയായാലും നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഇമ്പോർട്ടൻറ്റ് പോർഷൻസുകളെല്ലാം ക്ലാസ്സുകൾ കണ്ട് പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് തീർക്കുക. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം അതാണ്. ഇത്രയും ചെയ്യുമ്പോൾ തന്നെ ഷുവറാണ് നിങ്ങൾ ജയിക്കും, ഉറപ്പായിട്ടും. ഇനി കുറേ കൂടി മാർക്സൊക്കെ സ്കോർ ചെയ്യണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കി നിങ്ങൾ ടൈം കിട്ടുന്ന അനുസരിച്ച് ബാക്കി പോർഷൻസൊക്കെ കൂടി വായിച്ച് ഒന്ന് മനസ്സിലാക്കി പോകുന്നത് ഏറ്റവും ബെറ്ററാണ്. ഓക്കെ, പിന്നെ എനിക്ക് പറയാനുള്ള ഒരു ടിപ്പെന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ലടാ, നമ്മൾ പഠിക്കുന്ന ടൈമിൽ നിങ്ങൾ ടെക്സ്റ്റ് തന്നെ ബേസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കണം കേട്ടോ. കാരണം ഇപ്പോൾ സ്കൂളിൽ നിന്ന് തരുന്ന നോട്ട്സ് ആയിക്കോട്ടെ, നമ്മളിപ്പോൾ സ്വയം പ്രിപ്പയർ ചെയ്യുന്ന നോട്ട്സ് ആയിക്കോട്ടെ, നോട്ടെന്ന് പറയുമ്പോൾ ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും. ടെക്സ്റ്റ് ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് കിട്ടും. അപ്പോൾ ആ ടെക്സ്റ്റ് തന്നെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്ത് പഠിക്കുക ഈ ഒരു ഇമ്പോർട്ടൻറ്റ് പോർഷൻസൊക്കെ പഠിക്കുന്ന ടൈമിൽ. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, പഠിക്കുന്ന ടൈമിൽ ആ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അങ്ങനെ എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടത് ഓക്കെ ആയിക്കൊള്ളും, വേറെ ഇഷ്യൂസ് ഒന്നും വരത്തില്ല. ഓക്കെ, പിന്നെ ഇനിയുള്ള റിവിഷൻ ക്ലാസ്സുകളൊക്കെ നിങ്ങളിപ്പോൾ ട്യൂട്ടോറിൽ പോകുന്നവരാണെങ്കിൽ അവിടെ ഉണ്ടാവും. സ്കൂളിലായാലും ഒക്കെ റിവിഷൻ ക്ലാസ്സുകളൊക്കെ കാണുമല്ലോ, ഓണം എക്സാം റിലേറ്റ് ചെയ്തിട്ടൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്നൊക്കെ കിട്ടും ഈ ഒരു ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് എവിടെ, അങ്ങനെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, അതിൻ്റെ എക്സ്പ്ലനേഷൻസ് എന്താണെന്നുള്ളതൊക്കെ അവിടെ നിന്നൊക്കെ കിട്ടും. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്? ഓണം എക്സാമിന് വേണ്ടി പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ആൻസർ നമ്മൾ കണ്ടെത്തി ഉറപ്പായിട്ടും പഠിക്കുക. പറ്റുന്ന പോലെ നമ്മൾ നന്നായിട്ട് എഫേർട്ട് ഇട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. കാരണം ബോർഡ് എക്സാമിന് കൂടി അത് യൂസ്ഫുൾ ആവുന്നതാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കിയ കാര്യമായിരുന്നു, ഇനിയുള്ള ടൈമിൽ നമ്മൾ പഠിച്ച് എവിടെയെങ്കിലും എത്തുമെന്നുള്ളത് അല്ലേ. അപ്പോൾ അതിനുള്ള ആൻസറും കിട്ടി നമുക്ക്. എന്താണ്, ഇനിയുള്ള ടൈം കുറച്ചാണെന്നെങ്കിലും അവിടെ നിങ്ങൾ മാക്സിമം നിങ്ങൾ എഫേർട്ട് ഇടാൻ റെഡി ആവുക, പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ മൂന്നാമതായിട്ട് ഡിസ്കസ് ചെയ്ത ഒരു കാര്യമായിരുന്നു എങ്ങനെ പഠിക്കാം, എന്താണ് പഠിക്കേണ്ട ടിപ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, കാരണം എവിടെ നിന്ന് തുടങ്ങണമെന്നുള്ള ഒരു ഐഡിയ ഇല്ലാത്തവർക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ആ ടിപ്സ് നമ്മൾ പറഞ്ഞു. ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങൾ മനസ്സിലാക്കുക, അത് നിങ്ങൾ പഠിക്കുക ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നീട് ബാക്കിയുള്ള ചോദ്യങ്ങളോട് പഠിച്ചു പോവുക. പിന്നെ പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്തൊക്കെ ഇത് ചെയ്ത് പോകുമ്പോൾ ഉറപ്പായിട്ടും സെറ്റ് ആയിക്കോളും. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഓണം എക്സാം റിലേറ്റ് ചെയ്ത് ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത്, പിന്നെ പ്രത്യേകിച്ചും ഇംഗ്ലീഷൊക്കെ എങ്ങനെ പഠിക്കണം എന്നുള്ള റിലേറ്റ് ചെയ്തൊക്കെ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെന്താ, നിങ്ങളുടെ ഡൗട്ട്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. താങ്ക് യു.